നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. എത്രത്തോളം ജനപ്രിയമാണ് ഈ ബജറ്റ് എന്നാണ് പവർ പോയിന്റ് പരിശോധിക്കുന്നത്. സ്വാഗതം ഒരിക്കൽ കൂടി. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ ബജറ്റ് എത്രത്തോളം ജനപ്രിയമെന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു കോൺഗ്രസ് നേതാവ് ശ്രീ നേമം ഷജീർ, LDF നേതാവ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, BJP നേതാവ് ശ്രീ നന്ദു. മൂന്നുപേർക്കും സ്വാഗതം. ശ്രീ ഷജീർ, ബജറ്റ് നമ്മൾ പൂർണ്ണമായും കേട്ടതാണ്, തുടക്കം മുതൽ ഒടുക്കം വരെ. ഏകദേശം 2.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഒരു ബജറ്റ് പ്രസംഗം. പ്രത്യേകിച്ചും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സർക്കാരിൻ്റെ അവസാന ബജറ്റാണ്. അപ്പോൾ ആ ബജറ്റ് അവതരണത്തിൻ്റെ തൊട്ട് മുമ്പൊക്കെ നടന്ന ചർച്ചകളിൽ കൂടുതൽ ജനസ്വീകാര്യതയുള്ളൊരു ബജറ്റാകും, തിരഞ്ഞെടുപ്പൊക്കെ വരെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബജറ്റ് ആകാനുള്ളൊരു സാധ്യതയുണ്ടെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ബജറ്റ് കേട്ടിരുന്നത്. പക്ഷേ പ്രസംഗമെല്ലാം കഴിഞ്ഞ് പിന്നെ വിലയിരുത്തലൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഓരോന്നും ഇഴകേറി പരിശോധിക്കുമ്പോൾ ആ ബജറ്റിൽ വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്, ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ തുടക്കത്തിൽ തന്നെ ധനമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയൊക്കെ ആകെ മാറി എന്നുള്ളതാണ്. പക്ഷേ ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ആ ബജറ്റിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നിയത്? അല്ല, ഇത് ജനപ്രിയമെന്ന് CPM പറയും, പക്ഷേ അതൊരു പൊള്ളയായ ഒരു ബഡ്ജറ്റാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ ബഡ്ജറ്റിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഇതാണ്. മുമ്പൊക്കെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന വികസന പദ്ധതികൾ എന്ന രീതിയിൽ കേരളത്തിലെ ആളുകളെല്ലാം ഉറ്റുനോക്കുന്നതാണ്. പക്ഷേ ഇത് ഇപ്പം ഈ CPM പോലും സ്വപ്നം കാണുകയാണ്. എന്തെങ്കിലും ആ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നങ്ങൾ എഴുതി വയ്ക്കുന്നതല്ലാതെ യാഥാർത്ഥ്യമാകുന്ന ഒന്നും തന്നെ അതിനകത്തില്ല. നമ്മൾ ഇപ്പം അവർ പ്രഖ്യാപിച്ചതെല്ലാം പ്രഖ്യാപിച്ചതാണ്, അത് അക്ഷരങ്ങളായി തന്നെ ബഡ്ജറ്റിനകത്ത് കാണുമെന്നുള്ളത് കഴിഞ്ഞ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ ബഡ്ജറ്റിൻ്റെ ഇതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ 2024 അല്ലെങ്കിൽ 23-24 കാലഘട്ടത്തിലുള്ള ബഡ്ജറ്റ് അവർ ബഡ്ജറ്റിൽ എത്രമാത്രം വിഹിതങ്ങൾ മാറ്റിവെച്ചു, എത്രമാത്രം ആ വിഹിതം മാറ്റിവെച്ചതിൽ നടപ്പിലാക്കി, എത്രമാത്രം ചിലവാക്കി എന്നൊരു പരിശോധന നടത്തണം. അപ്പം മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പോലും പിന്നെ നിയമസഭയുടെ മുന്നിൽ വയ്ക്കാതെയാണ് അവർ മുമ്പോട്ട് വന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം അറിയണ്ടേ, അത് നമ്മുടെയൊക്കെ അവകാശമല്ലേ. അപ്പോൾ ശരിക്കുമുള്ള സാമ്പത്തിക അവസ്ഥയെ പോലും മറച്ചു വെച്ചുകൊണ്ട് പിന്നെ ഒരു സ്വപ്ന പദ്ധതി പോലെ ഒരിക്കലും നടക്കില്ല, ഇങ്ങനെയൊക്കെ നടന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും അദ്ദേഹം ഇതൊക്കെ എഴുതി വയ്ക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമുക്കറിയാം വിഹിതം അതിനകത്ത് നിയമസഭയിൽ തീരുമാനിച്ചതുപോലെ 50% വെട്ടിക്കുറച്ചതിന് ശേഷം 43% മാത്രമാണ് നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ, അവർ അല്ലെങ്കിൽ സാധാരണ എല്ലാ മേഖലകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടാണ്. അപ്പോൾ ഇവിടെ എത്രത്തോളം ബഡ്ജറ്റ് ക്രിയാത്മകമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെയും ഓരോ സെക്ടറിനെയും ബാധിക്കുന്നത് എന്നുകൂടി നമ്മൾ വിശകലനം ചെയ്യണം. അപ്പോൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ 50 കോടി രൂപ മാറ്റിവെച്ചു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അത് ചെലവഴിച്ചത് വെറും 4% താഴെ മാത്രമാണ്. അപ്പോൾ പ്രഖ്യാപിക്കുകയും 4% അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വിഹിതത്തിൽ നിന്ന് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴുള്ള അപകടം നമ്മൾ നേരിട്ട് കണ്ടതാണ്. 1000 മനുഷ്യരാണ് ഇല്ലേ സുരക്ഷ ഒരുക്കാത്തതിൻ്റെ പേരിൽ 1000 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി വേറൊരു മേഖല, ആരോഗ്യ മേഖല എടുത്ത് നോക്കുക. 1500 കോടി രൂപയാണ് മരുന്നുകൾക്ക് കൊടുക്കാനുള്ളത്, 700 കോടി രൂപയാണ് മരുന്നുകൾക്ക് കൊടുക്കാനുള്ളത്. അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് സഹായിക്കാതിരുന്നത് കൊണ്ട് എന്തുണ്ടായി? ഇവിടെ ആശുപത്രികളിൽ മരുന്നില്ല. കാരുണ്യ പോലുള്ള സാധാരണക്കാരെ ആശ്രയിച്ച പദ്ധതികൾ 1500 കോടി രൂപ കൊടുക്കേണ്ടതാണ്. പല ഹോസ്പിറ്റലിലായി കുടിശ്ശിക കിടക്കുകയാണ്. ആ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തതാണ്, പക്ഷേ ചിലവഴിച്ചില്ല. അതുകൊണ്ട് എന്തായി? ആ പദ്ധതി ജനങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പം ഓരോ സെക്ടറും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റിൽ മാത്രം പ്രഖ്യാപനം ഒതുങ്ങിയപ്പോൾ അത് താഴെ തട്ടിൽ പ്രവർത്തിക്കാതിരിക്കുകയും അതല്ലെങ്കിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ആ സെക്ടറുകളെല്ലാം തകർന്നിരിക്കുന്നു. ഊർജ്ജ മേഖല 1000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് 0.13 മാത്രമാണ്. അപ്പോൾ ഊർജ്ജ മേഖലയിൽ അതുപോലെ നമ്മൾ ഈ ഫണ്ട് വിനിയോഗിക്കാതിരിക്കുമ്പോൾ ഉള്ള അപകടം എന്ന് പറയുന്നത് വൈദ്യുതി പ്രതിസന്ധി കൂടും. അതെങ്ങനെ പരിഹരിക്കണം? അതിനു വേണ്ടിയുള്ള പിന്നെ മൂലധന നിക്ഷേപമോ അല്ലെങ്കിൽ വൈദ്യുതി രംഗത്തുള്ള നിക്ഷേപങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോൾ അതൊക്കെ കൂടുതൽ പ്രതിസന്ധിയില്ല. അപ്പോൾ ഓരോ സെക്ടറും തകർന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അടിസ്ഥാനപരമായി ഇതിൻ്റെ കാരണം എന്താണ്? സർക്കാരിൻ്റെ കയ്യിൽ ധനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചാൽ മാത്രം പോരില്ല, അതിനുള്ള ഫണ്ട് കണ്ടെത്തട്ടെ. ഫണ്ടുകളൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കും, ഈ കഴിഞ്ഞ വർഷത്തെ ധനക്കമ്മി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ധനക്കമ്മിയായി വരാൻ പോകുന്നത് 27,000 കോടി രൂപ എന്നാണ് പറയുന്നത് ധനമന്ത്രി. ഇനി ധനക്കമ്മില്ലേ, റവന്യൂ കമ്മി. ധനക്കമ്മി എന്ന് പറയുന്നത് 43,000 കോടിയായിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷം 43,000 കോടി രൂപയുടെ ബാധ്യത ഓരോ വർഷവും കേരളത്തിലുണ്ടാകുന്നു. നിലവിലെ പൊതുകടം എത്രയാണ്? 4 ലക്ഷം കോടിയാണ്. അപ്പോൾ അതായത് നമ്മുടെ വരുമാനം കൊണ്ട് ശമ്പളം കൊടുക്കാനും
നമ്മുടെ വരുമാനം കൊണ്ട് പെൻഷൻ കൊടുക്കുകയും അതിനപ്പുറം ബാക്കി വരുന്ന നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ 70% ശമ്പളവും പെൻഷനുമാണ്. അത് കഴിഞ്ഞിട്ടുള്ള 27% കൊടുക്കുന്നത് മുമ്പെടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മൂലധനം നിക്ഷേപമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള പദ്ധതിക്ക് വേണ്ടി ചിലവഴിക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 10% താഴെ മാത്രമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ വലിയ പരാജയമാകുന്നത് എവിടെയാണ്? സൃഷ്ടിപരമായിട്ടുള്ള കേരളത്തിൽ വരുമാനം കൂട്ടുന്ന ഏതെങ്കിലും ഒരു മൂലധന നിക്ഷേപത്തിന് നിക്ഷേപിക്കാനുള്ള പണം കണ്ടെത്താൻ കഴിയാത്തതാണ് കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. ഈ പിന്നെ കള്ളിൽ നിന്നും മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന വരുമാനം വെറും സാലറിക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ പെൻഷന് മാത്രം ഒതുങ്ങുമ്പോൾ കേരളം കൂടുതൽ കടക്കണിയിലേക്ക് പോവുകയാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് ധനക്കമ്മി എന്ന് പറയുന്നത് 48,000 കോടി എന്ന് പറയുമ്പോൾ ഒരു വർഷം 48,000 കോടി രൂപയുടെ ബാധ്യത ഉണ്ടാകുന്നു. അടുത്ത വർഷം വീണ്ടും 45,000 കോടി രൂപയുടെ ബാധ്യത. അങ്ങനെ കേരളം ശരിക്കും പറഞ്ഞ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക്, ഒരു എന്താ പറയുക, സാമ്പത്തിക ബോംബ് വെച്ച് പൊട്ടിക്കാൻ പോകുന്ന രീതിയിലേക്ക് കേരളം മുമ്പോട്ട് പോവുകയാണ്. അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ധനപ്രതിസന്ധി നേരിടാൻ ദീർഘകാല പദ്ധതികൾ എത്രയുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി മാറി എന്നൊക്കെ പറഞ്ഞാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ അവിടെ വന്നിരുന്ന നികുതി നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആ ബജറ്റിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ജനങ്ങളാകെ ഒന്ന് ആശങ്കയിലായിരിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ എന്ത് ദീർഘകാലമായ പദ്ധതികളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നാമത് ഈ സർക്കാരിൻ്റെ അവസാന ബജറ്റാണ്. അടുത്തൊരു സർക്കാർ വരുമ്പോൾ വലിയൊരു ബാധ്യത ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അപ്പോൾ എന്താണ് ഈ ബജറ്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചതും ആ പ്രതീക്ഷിച്ച് ഉയർന്നോ? ജോയ് നായർ, നിങ്ങളൊരു കഴിഞ്ഞ ഈ വർഷം ഇപ്പം ബാലഗോപാൽ അദ്ദേഹം ധനമന്ത്രി അവതരിപ്പിച്ചെന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ബഡ്ജറ്റാണ്. കാര്യം അവിടെ ഒരു ഗിമ്മിക്കൊന്നും ഇവിടെ വന്നിട്ടില്ല. കാര്യം എന്താണ്, നമ്മളൊരു ധനസ്ഥിതി വെച്ചിട്ടാണ് നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ നമ്മളൊരു മോഹം കൊടുത്തുകൊണ്ട് ഒരു ബഡ്ജറ്റൊന്നുമല്ല അവതരിപ്പിക്കുന്നത്. അദ്ദേഹം അവതരിപ്പിച്ചത് വളരെ റിയലിസ്റ്റിക്. എല്ലാവരും വിചാരിച്ചല്ലോ ഇപ്പോഴത്തെ ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ വന്നു, നിയമസഭ തിരഞ്ഞെടുപ്പ് വരാൻ വന്നു. അപ്പം ഈ ബഡ്ജറ്റിൽ കൂടുതൽ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിക്കണം. അല്ല, അദ്ദേഹം പറഞ്ഞു അത് പറ്റൂല. ഇവിടെ എന്ന് പറയുന്നത് ഷജീർ പറഞ്ഞ പോലെ കേരളം വീണ്ടും കടക്കണിയിലോട്ട് പോകാതെ ആ കടക്കണി എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൊണ്ട് വരണമെന്ന് നമുക്ക് നോക്കണം. നമ്മുടെ വരവും നമ്മളെ ഇൻകവും എക്സ്പെൻഡിച്ചറുമായിട്ട് ഭയങ്കര അജഗജാന്തര വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പം അതിനെ കുറച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു ധനകാര്യമന്ത്രിയുടെയും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെയും കടമയാണ്. നിങ്ങൾ നോക്കുക. അപ്പം നമ്മൾ ആ ഒരു സംവിധാനത്തിൽ വെച്ചാൽ ഇപ്പം ക്ഷേമ പെൻഷൻ 1600 കൂട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല, കൂട്ടിയിട്ടില്ല. പറഞ്ഞ എന്താണ് ധനകാര്യമന്ത്രി? റിയലിസ്റ്റിക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്ന് വെച്ചാൽ 3 ഗഡുക്കൾ കൊടുക്കാറുണ്ട്. അത് സമയബന്ധിതമായി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുണ്ട് 2,500 രൂപ ക്ഷേമ പെൻഷൻ ആകുന്നു. അതാക്കും. പക്ഷേ നമ്മൾ സ്ഥിതി വരണ്ടേ. നോക്കൂ, ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നമുക്ക് കിട്ടേണ്ട ഏതെങ്കിലും ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ ദുരന്തമില്ല കേരളത്തിനെ നടിക്കുന്നത് ഈ വയനാട് നടന്ന ചുരൽമല ഉണ്ടാക്കുന്നതിനും അവിടെ ഒരു പൈസ പ്രധാനമന്ത്രി ഒന്ന് കണ്ടിട്ട് പോയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിന് തിമിരം ബാധിച്ചോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ജനങ്ങളല്ലേ, ചിലപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് സീറ്റുകൾ കിട്ടാതിരിക്കാം. പക്ഷേ ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത്, കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ജനങ്ങളാണ്. ആ ജനങ്ങൾ അവിടെ വെച്ചിട്ട് വിഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു തുറമുഖമല്ലേ, രാജ്യത്തെ ഏറ്റവും വലിയ ഇന്ത്യക്കകത്ത് തന്നെ അഭിമാനിക്കാനുള്ള തുറമുഖത്തിന് അവിടെ എന്തെങ്കിലും വച്ചിട്ടുണ്ടോ? എന്നിട്ട് അത് BJP ആയിട്ടാണ് അവർ തന്ന പൈസയ്ക്ക് തിരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ്. നിങ്ങളോ അവിടെ ഒരു പൈസ ഇതിലാക്കാൻ തന്നിട്ടുണ്ടോ? അപ്പോൾ ഈ പ്രതിസന്ധി നിങ്ങൾ പറഞ്ഞ 100% തന്നെ നമ്മൾ ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. ഒരു സംശയമില്ല. അപ്പോൾ ഈ അവതരിപ്പിച്ച പദ്ധതികൾക്ക് പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യത്തിന് എന്താണ് മറുപടി? അല്ല, അത് അതിന്റെ വരുമാനം പണം വേണ്ടേ? അല്ല, അത് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് ഇല്ലല്ലോ. അതിന്റെ വരുമാനത്തിന് കൂട്ടാനും നമുക്ക് എത്താൻ പറ്റാത്ത കുറേ വർഷം കൊണ്ട് നമ്മൾ എത്താൻ പറ്റാത്ത ഇപ്പോൾ കോടതിയിലെ കേസുകൾ ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള വരുമാനം മനസ്സിലായില്ലേ. അതുപോലെ ഭൂമിയിലെ അതിൻ്റെ വരുമാനം. അപ്പോൾ ഇതിൽ പല വരുമാനങ്ങളും പല സ്ഥലത്തു നിന്നും നമുക്ക് വരേണ്ടതുണ്ട്. ആ വരേണ്ട അങ്ങനെ സമാഹരിച്ച് മാത്രമേ നമുക്ക് ഇവിടെ നികുതി വയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ സർക്കാർക്ക് ഗവൺമെൻറ് ജീവനക്കാർക്ക് ഇപ്പോൾ 2 DA കുടിശ്ശിക ഉണ്ട്. ആ DA കുടിശ്ശിക ഈ 31 കൊടുക്കുന്നു. ബാക്കിയുള്ള DA കുടിശ്ശിക PF എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ മേഖലയും തടവിയാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് അടിസ്ഥാന വികസനത്തിന് നിങ്ങൾ നോക്കണം.
അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി കൊണ്ടുവന്നു, ബഹുമാനപ്പെട്ട തോമസ് ഐസക് കൊണ്ടുവന്നു. അതെന്തിനാണ് കൊണ്ടുവന്നത്? നമ്മളെ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് അതിനപ്പുറമായിട്ട് നമ്മൾ റോഡ് വികസനം, പാലം, സ്കൂളുകൾ, ആരോഗ്യ മേഖല ഇതെല്ലാം വികസിക്കണമെങ്കിൽ നമുക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എളുപ്പം തീർക്കാൻ വേണ്ടിയാണ് കിഫ്ബി എന്ന് തോന്നുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിന് നമ്മളെ പൂട്ടിയില്ലേ? നമ്മൾ ഇതിന്റെ ചെലവും കൂടി ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കൃത്യമായ ഒരു ഫെയർവെൽ ബഡ്ജറ്റ് എന്ന് തന്നെ പറയാം. അല്ല, എന്താണ് ജനങ്ങൾക്ക്, ഞാൻ പറഞ്ഞിട്ട് ഈ ജനങ്ങളെ വേറെ ഒന്നും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു ബഡ്ജറ്റാണ്. ഇപ്പോൾ ഈ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് ആവശ്യമായ സഹായമൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഇപ്പോൾ വ്യാപകമായി തന്നെ ഉണ്ട്. ധനമന്ത്രി അത് അവിടെ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിലടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ട സഹായം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വ്യാപകമായി നിൽക്കുകയാണ്. കേന്ദ്രം കേരളത്തെ സഹായിക്കുന്നില്ല. അതിൻ്റെ ബഡ്ജറ്റ് വളരെ വളരെ ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ, ഒരു രാഷ്ട്രീയക്കാരൻ്റെ കണ്ണ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ 2 മണിക്കൂർ 38 മിനിറ്റ്, ബാക്കി സെക്കൻഡ്സ് എനിക്ക് ഓർമ്മയില്ല, 38 മിനിറ്റ് ഒരു CPM നേതാവ് ഒരു മൈതാനത്ത് അവസരം കിട്ടിയാൽ 9 വർഷത്തെ വികസനത്തിനെയും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന എതിർ പാർട്ടികളെയും എങ്ങനെ വിമർശിക്കാൻ സാധിക്കുമോ അതുപോലെ ഒരു മൈതാന പ്രസംഗം അദ്ദേഹം നടത്തി. വളരെ ഗംഭീരമായ കുറേ വാക്കുകൾ ഉപയോഗിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ കേരളം നടത്തിയെടുത്ത, കേരളത്തിൻ്റെതായ നേരത്തെ പറഞ്ഞല്ലോ തനതായി നടത്തിയെടുത്ത ഒരു വികസന പ്രവർത്തനം ഉയർത്തിക്കാട്ടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പറഞ്ഞതെല്ലാം കേന്ദ്ര പദ്ധതികളാണ്. ഒരെണ്ണം പോലും സ്വന്തമായി കേരളത്തിൻ്റെ പദ്ധതി പറഞ്ഞില്ല. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞോ, നിങ്ങൾ ആ ബഡ്ജറ്റ് മുഴുവൻ എൻ്റെ ഇപ്പോൾ അതിൻ്റെ മലയാളം പരിഭാഷ വരെയുണ്ട്, എല്ലാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കേന്ദ്രത്തിൻ്റെ പദ്ധതികളാണ്. ഇനി അദ്ദേഹം നടത്തുമെന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ലൈഫിൽ കൂടുതൽ വീടുകൾ അനുവദിക്കും, 80% പൈസ കേന്ദ്രത്തിൻ്റെയാണ്. ഇനി അടുത്ത് ഇനിയിപ്പോൾ അവർ ഞാൻ പറഞ്ഞോട്ടെ ഏട്ടാ, ഞാൻ ചേട്ടൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ സജീർ ഇടപെട്ടപ്പോൾ പോലും ഞാൻ ഇടപെട്ടില്ല, ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഇനിയിപ്പോൾ തനത് ഫണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണല്ലോ അടുത്ത അത് അവരുടെ അവകാശവാദം. അത് ശരിയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കൂ, എന്തൊക്കെ കാര്യത്തിന് നികുതി കൂട്ടി? ഇലക്ട്രിസിറ്റി, വാട്ടർ, അതുപോലെ തന്നെ ഭൂനികുതി, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ്. ഇനി കൂട്ടാനാകെ ഉള്ളത് പഴയ മുമ്പ് അന്യാധീനപ്പെട്ടു പോയ ഈ മുലക്കച്ചയുടെ കരവും പിന്നെ മീശയുടെ കരവും മാത്രമേ മിച്ചുള്ളൂ. ബാക്കി എല്ലാ കരവും ഏകദേശം എല്ലാ കരങ്ങളും കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ ഞാനിവിടെ വന്നപ്പോൾ തമാശയ്ക്ക് പറഞ്ഞില്ലേ, കോടതിയിൽ പോലും ഒരു സാധാരണക്കാരൻ ഇവരെ ചലഞ്ച് ചെയ്യരുത്. അപ്പോൾ അവൻ അവിടെ പോകണമെങ്കിൽ അവിടെ അവൻ കരം കൊടുക്കണം. ആ പൈസയും കൂടി വാങ്ങി ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള അവർ നടത്തിയിട്ടുള്ള തെമ്മാടിത്തരങ്ങളെല്ലാം കുഴിച്ചു മൂടാനുള്ള ഒരു സ്രോതസ്സായിട്ട് അവർക്ക് ഈ സർക്കാരിനെ വേണം. നിങ്ങൾ നോക്കൂ, കേന്ദ്ര സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നമുക്കതിനകത്ത് എതിർപ്പുണ്ടാവാം, ഞാൻ നല്ല വശം പറയും, വേറൊരാൾ എതിർത്ത വശം പറയും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ കോമണായി നോക്കുമ്പോൾ സാധാരണക്കാരനിലേക്ക് നികുതിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു പരിശ്രമം അതിനകത്ത് പൂർണ്ണമായി നടന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ പരിശ്രമം അവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് നോക്കിയാലും ശരി, ബാക്കി അങ്ങോട്ട് താഴേക്ക് നിങ്ങൾ നോക്കിയോ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇതിനകത്ത് കണ്ടത്, ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കേന്ദ്രം എടുത്തു കളഞ്ഞു, കുറച്ചു കൊടുത്തു. ആ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൂട്ടി കൊടുത്തു. കേന്ദ്രം പെട്രോളിൻ്റെ വില കുറയ്ക്കും, അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് സെസ് എന്ന് പറഞ്ഞ് 2 രൂപ കയറ്റി വെക്കും. എന്തിനാണ്? അപ്പോൾ എങ്ങനെയും ചുങ്കം പിരിച്ച് ഇവിടുത്തെ പഴയ ചുങ്കക്കാർ, നമ്മൾ പണ്ട് ചുങ്കക്കാരെ കുറിച്ചൊക്കെ കേട്ടില്ല, അതുപോലെ ഒരു ചുങ്കക്കാരനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ഈ പറയുന്ന സാമ്പത്തിക ഉപദേഷ്ടാവും സാമ്പത്തിക നേതാവും ഒക്കെ മാറുന്നൊരു സാഹചര്യത്തിലൂടെ കേരളം കടന്നു. ഞാൻ താങ്കൾ ചോദിച്ച റിലവൻറ്റ് ചോദ്യമുണ്ട് വസന്തേട്ടനോട്. അതായത് ഈ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ, ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്ത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ അഭിമാനമായിട്ട് അവർ പറയുന്നത് തിരുവനന്തപുരം മെട്രോ, കോഴിക്കോട് മെട്രോ, പിന്നെ AI ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ വകയിരുത്തിയ ഫണ്ട് എത്രയാണ്? പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ 25 കോടി രൂപ അനുവദിച്ച ബഡ്ജറ്റിൽ തിരുവനന്തപുരം മെട്രോയ്ക്ക് 5 കോടിക്ക് താഴെയാണ്. ആണോ അല്ലയോ? ഞാൻ കള്ളമാണോ പറയണത്? നിങ്ങൾ തിരുത്തിക്കോ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും ഈ നാട്ടിലെ സാധാരണക്കാരന് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പിന്നെ അവർ കുറേ ഈ കോൺക്ലേവുകളൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറേ പൈസ, കാരണം അവിടെയാണ് ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ഈ ചില സംഘടനകൾക്കെല്ലാം ഏൽപ്പിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് സാമ്പത്തിക സമാഹരണം നടത്താൻ പറ്റുന്നത് ഈ കോൺക്ലേവുകൾ. നേരത്തെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരൻ ഇതിൽ നിന്ന് നയാ പൈസ കിട്ടിയിട്ടില്ല. പക്ഷേ ചില മുതലാളിമാർക്ക് വളരാൻ വേണ്ടിയിട്ടും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വളരാൻ വേണ്ടിയിട്ടും ഉള്ള ബഡ്ജറ്റായിട്ടാണ് ഞാൻ ഇതിനെ അവലോകനം ചെയ്യുന്നത്. സാധാരണക്കാരനും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷജീർ, ഇവിടെ ഇപ്പോൾ ഈ ബജറ്റ് അവതരണത്തിൽ തന്നെ ഈ കിബിയെ പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാം ആ ഒരു സാഹചര്യവും മറ്റുമൊക്കെ, ടോളടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച്
അത്തരം നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കാണേണ്ടത്? അത് എത്രത്തോളം കിഫ്ബി ഒരു വെള്ളാനെയാണ് നമ്മളത് നേരത്തെ നിലപാട് സ്വീകരിച്ചതാണ്. അതിപ്പം സാധാരണ ഇപ്പം പൊതുകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, കാരണം പൊതുകടം തന്നെ ഇപ്പോൾ തന്നെ സാധാരണ എല്ലാ സ്റ്റേറ്റും 28% വരെയാണ് പൊതുകടത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 28% വരെയാണ് നമുക്ക് ലോൺ എടുക്കാൻ കഴിയുന്നത്. കേരളം അതൊക്കെ മറികടന്ന് ഇപ്പോൾ 36% എത്തി. ഇപ്പോൾ പൊതുകടത്തിൻ്റെ ഒരു അളവ് നോക്കുകയാണെങ്കിൽ GDPയുടെ 36% കഴിഞ്ഞു. അപ്പോൾ ഇനി പൊതുകടം അല്ലെങ്കിൽ കടമെടുക്കാൻ ഒരാളെയും സമീപിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് കേരളം പോയി. അതുകൊണ്ടാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിലേക്ക് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള അനുവാദം തരണമെന്നാണ്. അപ്പോൾ ഇനി അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ കിഫി എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് സാധനവുമായി ഇവർ മുന്നോട്ട് വന്നത്. അതുപോലും വലിയ തട്ടിക്കൂട്ടാണ്. നിക്ഷേപം സ്വീകരിക്കുന്നത് പോലും ഉയർന്ന പലിശയ്ക്കാണ്. അപ്പോൾ അവിടെ നിക്ഷേപിക്കുന്നവർക്ക് 9% പലിശ കൊടുക്കുകയും നമ്മുടെ ആഭ്യന്തര ബാങ്കിൽ കൊണ്ട് 6% പലിശയ്ക്ക് നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ വലിയ ലോസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പം മനസ്സിലാക്കുന്നത് പ്രാദേശിക റോഡുകൾ 50 കോടി രൂപ വരെയൊക്കെയുള്ള പ്രാദേശിക റോഡുകൾ അതിന് വരെ ചുങ്കം ചുമത്താൻ തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വീടിൻ്റെ മുറ്റത്തിറക്കുമ്പോൾ ചുങ്കം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തന്നെ വലിച്ചു പൊട്ടിച്ച് കളയുമെന്നുള്ളതിൽ ഒരു തർക്കമാണ്. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് വരുമ്പോൾ മാത്രമാണ് കേരളത്തിലെ ഈ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത ശരിക്കും ജനങ്ങളോട് പറയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണമില്ല, കേരളം വലിയ ദാരിദ്ര്യത്തിലാണ്, പ്രതിസന്ധിയിലാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള ഭരണമാണ് കേരളത്തിലെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വല്ലാത്ത ദൂർത്തും അഴിമതിയുമല്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എത്ര തന്നെ ധനപ്രതിസന്ധി ആണെങ്കിൽ പോലും നമുക്ക് അടിസ്ഥാന വർഗ്ഗമായ ആദിവാസി മേഖല അല്ലെങ്കിൽ ട്രൈബ്സിനൊക്കെ കൊടുത്ത ഫണ്ടുകളൊക്കെ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 500 കോടി രൂപയുടെ സ്കോളർഷിപ്പ് പോലും ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും സാധാരണക്കാരനെ ബാധിക്കുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ 43% ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ, ബഡ്ജറ്റിൻ്റെ 43% ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് ആർക്കാണ് എന്ന് കൂടി മനസ്സിലാക്കണം. ആദിവാസി മേഖലയ്ക്കോ അല്ലെങ്കിൽ എനർജി സെക്ടറിനോ മെഡിക്കൽ സെക്ടറിനോ ഒന്നുമല്ല. ഇപ്പോൾ ജനറൽ സർവീസ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മന്ത്രിമാരുടെ സ്റ്റാഫ് അല്ലെങ്കിൽ അവരുടെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു വിഭാഗമാണ് ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അവിടെ 171 കോടി രൂപയെന്ന് ആകെപ്പാട് അവർ ബഡ്ജറ്റ് ഇട്ടിരുന്നത്. നമ്മൾ ആക്ച്വൽ ചിലവെടുത്ത് നോക്കിയപ്പോൾ 220%, അതായത് 400 കോടി രൂപ അതിന് ചിലവഴിച്ചു. 170 കോടിയാണ് ആകെപ്പാട് അലോട്ട് ചെയ്തത്. പക്ഷേ ആക്ച്വൽ ചിലവെന്ന് പറഞ്ഞാൽ 400 കോടി രൂപയ്ക്ക് മേളിലാണ്. ആ എക്സ്ട്രാ വരുന്ന 200 കോടി ഏതെങ്കിലും സാധാരണ വിഭാഗത്തിനോ പിന്നെ നമുക്ക് ആവശ്യമായ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷാ വേലി കാട്ടിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ 1000 പേര് മരിക്കില്ലായിരുന്നു. നമുക്ക് ആവശ്യമുള്ളിടത്ത് ചിലവഴിക്കാതെ കേരളത്തിലെ മന്ത്രിമാരുടെ വീട്ടിന് ചുറ്റും മാത്രമാണ് ഈ പണം ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ബഡ്ജറ്റ് സമയത്ത് മാത്രമാണ് എങ്ങനെയാണ് കേരളം ഇങ്ങനെ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് പഠിക്കാനും പറയാനും കഴിയുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കൂ, ഇവിടെ നമുക്കറിയാം, നമുക്ക് വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പോലും ദീർഘകാല വൈദ്യുതി കരാറിന് അട്ടിമറിക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനമെടുത്തു എന്നുള്ളത് വലിയ അത്ഭുതമല്ലേ. നമുക്ക് 4 രൂപ 29 പൈസയ്ക്ക് 25 വർഷത്തേക്ക് വൈദ്യുതി കിട്ടുന്ന ഒരു കരാറിന് ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ട് പോലും 12ഉം 10 രൂപ 10ഉം ഒരു യൂണിറ്റ് വാങ്ങിക്കാൻ തീരുമാനമെടുക്കുകയാണ്. 3000 കോടി രൂപയുടെ ബാധ്യതയാണ് നമ്മുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം റിലയൻസിൽ ഇത്രയും കേരളത്തിൻ്റെ കയ്യിൽ പണമില്ല, റിലയൻസ് പോലുള്ള പൊട്ടി തരിപ്പണമായി നിൽക്കുന്ന കമ്പനിയെ കൊണ്ട് നിക്ഷേപം നടത്തുകയാണ്. 80 കോടിയുടെ നിക്ഷേപം, 100 കോടിയുടെ നഷ്ടമുണ്ടായി. നമുക്കറിയാം സ്മാർട്ട് സിറ്റി പദ്ധതി, ടീകോം എന്ന് പറയുന്ന കമ്പനി, അവരാണ് കരാർ ലംഘിച്ചത്. കരാർ ലംഘിച്ച് അങ്ങോട്ടാണ് പണം കൊടുക്കുന്നത്, പണം തിരിച്ചു പിടിക്കുന്നതിന് പകരം പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പണം എഴുതി കളയുന്നു. കിഫ്ബിയിൽ ഉണ്ടാകുന്ന നഷ്ടം. അവസാനം രസം അതല്ല, പിണറായി വിജയന് വേണ്ടി ഒരു പാട്ട് പാടിയ ഒരു കവിയുണ്ടല്ലോ കേരളത്തിലെ സ്റ്റാഫ്, അയാൾക്ക് പോലും ശമ്പളം കൊടുക്കുന്നത്, അപ്പം അയാൾ സ്തുതി പാടിയത് പോലും വഴിവിട്ട സാധാരണക്കാരൻ്റെ കരമെടുത്താണ്. കാരണം അയാൾ പിന്നെ പ്രായപരിധി കഴിഞ്ഞതിന് ശേഷം പുറത്തായ ആളാണ്. അപ്പം അതുപോലും പാവപ്പെട്ടവൻ്റെ പണം എടുത്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നത് എന്ന് പോലും മനസ്സിലാക്കണം. സതീഷ് വസന്ത്, താങ്കൾ നേരത്തെ പറഞ്ഞു റിയലിസ്റ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ സർക്കാർ ജീവനക്കാർ അവരുടെ ഒരു DA അത് PF ലയിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് എന്ത് ഗുണമുണ്ടാകും? രണ്ടാമത്തെ കാര്യം, ഈ സപ്ലൈക്കോയ്ക്ക് 700 കോടി കൊടുക്കുമെന്ന് പറഞ്ഞു. 700 കോടിയോളം ഇപ്പം തന്നെ കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും 700 കോടി ഉണ്ടെന്ന് പറയാം. കടമുണ്ട്. അപ്പോൾ അതൊക്കെ സാഹചര്യങ്ങൾ വെച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ് സാർ. അപ്പോൾ എന്ത് റിയലിസ്റ്റിക് എന്നാണ് നമ്മൾ കാണുന്നത്? ഞാൻ നോക്കൂ ജോയി, ഒരു കാര്യം പറയുന്നത്, നമ്മളൊരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, അറിയാലോ, ഉപഭോക്തൃ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ 8 വർഷം നിങ്ങളെടുത്ത് നോക്കൂ, കോവിഡ്, നിപ്പ, നാച്ചുറൽ കലാമിറ്റ്സ്, അതുപോലെ തന്നെ ഇപ്പം വയനാട് ദുരന്തം, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്ന് പറയുന്നത് നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പം അവിടെ നിന്ന് കിട്ടാനുള്ള പൈസ കറക്റ്റായിട്ട് കിട്ടില്ല. അതിനെല്ലാം തടയിട്ടാണ് പോകുന്നത്. ഇത് ഇദ്ദേഹം പറയും പോലെ ഇദ്ദേഹം അല്ല ഇദ്ദേഹം അല്ല ഞാൻ ചേട്ടൻ തർക്കിക്കുന്നില്ല. ഒന്ന് ചോദിക്കണേ, എത്ര രൂപയാണ് കിട്ടാനുള്ളത്, എന്തൊക്കെ വകുപ്പിലാണ് കിട്ടാനുള്ളത്? ഞാൻ പറഞ്ഞു, നമുക്ക് GST ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് കോടതി പോയത്? നമ്മളെന്ത് സുപ്രീം കോടതി പോയപ്പോഴത്തേക്ക് സുപ്രീം കോടതി പറഞ്ഞു അവർക്ക് കേരളം ഈ സുപ്രീം അല്ല ഈ രാജ്യത്തുകളല്ലേ
ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് 5 വർഷം അവർക്ക് കൊടുക്കാണ്ട് അവർക്ക് കൊടുക്കാണ്ട് ചേട്ടാ 5 വർഷത്തിൽ ഒരു അല്ല 5 വർഷത്തിൽ നമ്മൾ തീരുമാനിച്ച അല്ലല്ല ഞാൻ ചോദിക്കട്ടെ GST കൗൺസിൽ അല്ല ഇത് പറയുന്നത് നിങ്ങൾ ഇത് ചേട്ടൻ തിരുത്താൻ വേണ്ട സ്ഥലം GST കൗൺസിൽ 5 വർഷം കൊടുക്കാനാണ് തീരുമാനിച്ചത് ആ 5 വർഷം കൃത്യമായി കിട്ടി ഇനി 6ാമത്തെ വർഷം വേണമെന്നാ പറയുന്നത്. ഉദാഹരണത്തിന് വയനാട് ദുരിതം വന്നു, തൊട്ടപ്പുറത്ത് വന്നല്ലോ, ആന്ധ്രയിൽ വന്നല്ലോ, ബീഹാറിൽ വന്നല്ലോ, ഇതൊന്നും അവരൊക്കെ കൊടുത്ത പോലെ നമുക്ക് എന്തെങ്കിലും അതാ ഞാൻ പറഞ്ഞത് ഒരു രൂപ കണക്ക് കറക്റ്റായിട്ട് കേന്ദ്ര ബജറ്റിലെ ഈ ചില സംസ്ഥാനങ്ങളെ പുകഴ്ത്തി അവർക്ക് അല്ല ഞാൻ ചോദിച്ച കാര്യങ്ങളെ അതായത് എത്രത്തോളം റിയലിസ്റ്റിക് എന്നുള്ള ഒരു ചോദ്യത്തോടെയാണ് 100 രൂപ നമുക്ക് ചെലവാക്കണമെങ്കിൽ അതിൽ 63 രൂപയും കേരള ഗവൺമെന്റ് പൈസയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 100 രൂപ ചെലവാക്കണമെങ്കിൽ ബാക്കിയുള്ള പൈസ മാത്രമേ ഇതുള്ളൂ. അത് എവിടെ? അത് നമ്മൾ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ എന്ന് പറഞ്ഞു നോക്കൂ. അല്ല ഈ ചെലവാക്കുന്ന കാര്യം പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ധൂർത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യമല്ലേ? ഈ ബജറ്റിൽ തന്നെ എത്രത്തോളം ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെച്ചിട്ടുണ്ട്? സർക്കാർ വാഹനങ്ങൾ വാങ്ങുന്ന കാര്യം 15 വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ മാറ്റി അത് നമുക്ക് വച്ച് മുതലാക്കുന്നതിനും കാട്ടി അതിന് വിൽക്കുന്നതിന് നല്ലത് 100 കോടി എന്ന് പറയുന്നത്. 15 വർഷത്തിൽ കൂടുതൽ വണ്ടികൾ ദീർഘകാല വൈദ്യുതി കരാർ എന്തിനാണ് നിങ്ങൾ നമുക്ക് 4 രൂപ 25 വർഷത്തേക്ക് കിട്ടുന്ന കരാർ എന്തിനാണ് നിങ്ങൾ അട്ടിമറിച്ചത്? അതൊന്നും ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പൊ എന്റെ വീട്ടിൽ കറണ്ട് എനിക്ക് 4 രൂപ 29 പൈസക്ക് 25 വർഷം എനിക്ക് കറണ്ട് ഉപയോഗിക്കാൻ ഇപ്പൊ ഞാൻ അല്ലല്ല വൈദ്യുതി കരാർ അല്ലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചില്ലേ? അന്നത്തെ പോലെ വൈദ്യുതി ഉപദേഷ്ടാവ് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം അത് നിങ്ങളുടെ ഇടത് നേതാവ് ഇടത് സംഘടനാ നേതാവ് ആ കമ്മിറ്റിയെ സ്വാധീനിച്ച് അങ്ങനെ പറയിപ്പിച്ചല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 4 രൂപ 29 പൈസക്കുള്ള കരാർ 4 രൂപയ്ക്ക് വാങ്ങിച്ചെന്നാൽ മനസ്സിലാക്കാം. ഇത് 10 രൂപയ്ക്കാണ് നമ്മൾ ഒരു യൂണിറ്റ് കറണ്ട് മേടിക്കുന്നത്. നമ്മളെ പീക്ക് ടൈം എപ്പോഴാണ്? നമ്മൾ 6 തൊട്ട് രാത്രി 10 മണി വരെയാണ് പീക്ക് ടൈം. ആ പീക്ക് ടൈമിന് ഇനി അങ്ങനെ കാർബറണ്ട് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് 25 വർഷത്തേക്കാണ് ഇവർ സൗജന്യമായി കറണ്ട് കൊടുക്കുന്നത്. അതെന്താ അടിസ്ഥാനത്തിലാണ്? അപ്പൊ ഞാൻ പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ വിഷയമല്ല അവിടെ പ്രശ്നം. കാർബറണ്ടം എന്ന് പറയുന്ന കമ്പനി മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 25 കൊല്ലത്തേക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നതാണ് 25 വർഷത്തേക്ക് സൗജന്യമായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് 4 രൂപ 29 പൈസ കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതിയെ ഞാൻ പറയുന്നത് അതാണ്. നിങ്ങൾ ഡിഫക്റ്റ് അല്ല എവിടെ മാറ്റി നമുക്ക് 4 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ചതാ. അതല്ലേ ഞാനും കൈയടിക്കാം, പിണറായി വിജയനെ ഞാനും ചെലവിട്ട് അടിക്കാം. നിങ്ങൾ 4 രൂപ 29 പൈസ കിട്ടുന്നതിന് പകരം നിങ്ങൾ 10 രൂപ പീക്ക് ടൈം എന്ന് പറയുന്നത് 6 തൊട്ട് 10 മണി വരെയാണ്. ഈ 6 തൊട്ട് 10 മണി വരെ മാത്രമല്ല ഈ 4 രൂപ 25 നമ്മൾ ഈ വാങ്ങിച്ചില്ലെങ്കിൽ 4 രൂപ 25 പൈസ കൊടുക്കണം. അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ കരാർ റദ്ദ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഈ പ്ലാൻ ബിയെ കുറിച്ചൊക്കെ ധനമന്ത്രി ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പദ്ധതി വിഹിതമൊക്കെ വെട്ടിക്കുറച്ചിട്ടുള്ള ഒരു പ്ലാൻ ബി ആണ്. അത് എങ്ങനെയാണ് ആ പ്ലാൻ ബി കാണുന്നത്? പ്ലാൻ ബി എന്ന് പറയുന്നത് വെട്ടിച്ചുരുക്കൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടാണ് കുടുംബശ്രീക്ക് അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിക്ക് 500 കോടി രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം കൊടുത്തത് ഇപ്പം 180 കോടി രൂപയാണ് ഇപ്പോൾ അലോട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും വെട്ടിച്ചുരുക്കാതെ മറ്റു മാർഗ്ഗമില്ലല്ലോ. അവരുടെ കയ്യിൽ പണമില്ലല്ലോ, വരുമാനം ഉണ്ടാക്കുന്ന വരുമാന സ്രോതസ്സുകളൊന്നുമില്ല. ആകെപ്പാടെ ഉള്ളത് ലോട്ടറിയും മദ്യവും മാത്രമാണ്. പിന്നെ എല്ലാം ചിലവുകളാണ്. അപ്പം നമുക്ക് സൃഷ്ടിപരമായി വരുമാനം ഉണ്ടാക്കുന്ന ഒരു വികസന പദ്ധതിക്കും ഊന്നൽ കൊടുക്കുകയോ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ആകെപ്പാടെ ചെയ്യുന്നതെന്ന് പറയുന്നത് കോടതിയിൽ പോയി വായ്പ എടുക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യും. അതൊന്നല്ലാതെ വേറെ ഒന്നുമില്ല. വായ്പ എടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു, വീണ്ടും വായ്പ എടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു. ഇനിയുള്ള അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ വായ്പ പിന്നെ അതിൻ്റെ പലിശയ്ക്ക് മാത്രമേ ഈ വരുമാനം നിലവിലുള്ള വരുമാനം എന്ന് പറയുന്നത് നിലവിലെടുത്ത വായ്പകൾക്കുള്ള പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമേ തികയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട പിന്നെ കേന്ദ്രത്തിനോട് തന്നെയാണ്. ശരിക്കും അവഗണന നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമില്ല. ഇനി എത്രയൊക്കെ മറച്ചു പിടിച്ചാലും ശരി തന്നെയാണ്. ഇപ്പം ഈ GSTയുടെ കോമ്പൻസേഷൻ കൊടുക്കുന്നത് അത് ഔദാര്യമല്ലല്ലോ. അതെല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നത് പോലെ ഇവിടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ കൊടുത്ത 53,000 കോടി രൂപ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നത് പോലെ തന്നെയാണ്, വിഹിതം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വയനാടുമായി ബന്ധപ്പെട്ട SDRF എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഭരണഘടനാപരമായി കിട്ടേണ്ട കുറേ ആനുകൂല്യങ്ങളാണ്. ഇതൊന്നും ഔദാര്യങ്ങളല്ല. ഇവിടെ IITക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് പ്രത്യേകതയുള്ളത്? ഇവിടെ 1 രൂപ കൊടുക്കുമ്പോൾ 25 പൈസയുടെ പിന്നെ ഇതാണ് നമുക്ക് വിഹിതമാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ പിന്നെ വിവേചനമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതാ അവിടെ കൊടുത്തതുപോലെ ഇവിടെ കൊടുക്കുന്നു എന്ന് ഈ ബഡ്ജറ്റിൽ ഒരിടത്തും പറയുന്നില്ല. കേരളത്തിൽ എവിടെയെങ്കിലും പ്രത്യേകമായി പരിഗണിച്ചതായി ഒരിടത്തും അഭിമാനത്തോടു കൂടി ഒരു BJP നേതാക്കളും പറയുന്നില്ല. പകരം BJP നേതാക്കൾ പറയുന്നതെന്നാണ് ഇത് കേരളം മോശമാണെന്ന് എഴുതിത്താൻ ഞങ്ങൾ തരാമെന്നാണ് പറയുന്നത്. ബജറ്റിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു പോയതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നിലപാടുകളെ കുറിച്ച് പറഞ്ഞു പോയതുകൊണ്ട് അതും ആ ഒരു ബജറ്റിൽ ഒരു സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് ചില പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെയും ചില കാര്യങ്ങൾ പറയുന്നത് കൊല്ലം മുതൽ അങ്ങോട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിൽ നമ്മളിതിനെ നമുക്ക് വിമർശിക്കുന്നതിൽ പറ്റില്ല. ഇപ്പം സാമ്പത്തിക IT കാര്യങ്ങൾക്ക് വന്നു, നമ്മുടെ നികുതി ഇളവ് വന്നു, ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ടല്ലല്ലോ വന്നത്.
പാക്കേജുകൾ വരാറുണ്ട്. അത് എല്ലാ കാലഘട്ടത്തിലും. അത് കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, CPM കോൺഗ്രസും കൂടി ഭരിച്ച കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, BJP ഭരിക്കുന്ന കാലഘട്ടത്തിലും ഉണ്ടാവും. കാരണം ചില പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ചില അത്യാവശ്യ സർക്കാരിൻ്റെ പ്രത്യേക പാക്കേജുകൾ കൊടുക്കേണ്ട ചില സംസ്ഥാനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചില പാക്കേജുകൾ പ്രഖ്യാപിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ പൂർണ്ണമായും ആ ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് അത് അടിസ്ഥാനപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വരച്ചിടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് കുതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനോടൊപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ തോളിൽ നിന്ന് നികുതി ഭാരം കുറച്ച് കൊണ്ടുവന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സോളിഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ രാജ്യത്തിനകത്ത് കൊണ്ടുവന്ന് അതുവഴി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കാര്യപദ്ധതി, അതിനെ കൃത്യമായി അവർ വളരെ ജനങ്ങളുമായിട്ട്, അതുപോലെ തന്നെ ഇതിൽ പ്രാഗൽഭ്യമുള്ള ആളുകളുമായിട്ട്, അതുപോലെ നേരത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങൾ വിശദീകരണങ്ങൾ തേടിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരനിലേക്ക് സ്പർശിക്കാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ വേറെ വേണ്ട, ചേട്ടൻ നേരത്തെ പറയുമ്പോൾ ഞാൻ മറുപടി പറയാൻ ഇറങ്ങിയതാണ്. കക്കൂസ് കെട്ടിക്കൊടുക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് കേരളത്തിൽ. ഉണ്ടോ ഇല്ലയോ? കളിയാക്കിയിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രി കക്കൂസ് കെട്ടിക്കൊടുക്കേണ്ടവന് 4.5 കോടി കക്കൂസുകൾ ഈ രാജ്യത്ത് കെട്ടേണ്ടി വന്നു. ഞാൻ അതിനെ കുറ്റമായിട്ടല്ല പറയുന്നത്, അത് കെട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയ ആ 4.5 കോടി ജനങ്ങൾ എന്ന് പറയുന്നത്, അവർക്ക് ഈ രാജ്യത്തൊരു പ്രധാനമന്ത്രി ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാന കാര്യത്തിൽ പോലും ശ്രദ്ധയൂന്നുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. എന്താണ് ഒരു ബഡ്ജറ്റിൻ്റെ കൺസെപ്റ്റ്? അതായത് നമ്മളൊരു വീട്ടിലെ ബഡ്ജറ്റ് തീരുമാനിക്കുമ്പോൾ എനിക്ക് എത്ര വരവുണ്ട്, ഞാൻ എത്ര വരെ ചിലവാക്കാം, ഇതാണ് ഒരു ബഡ്ജറ്റിൻ്റെ കൺസെപ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയുടെ മുന്നിൽ ഇന്നത്തെ പൊതു അവസ്ഥ എന്താണ്, ധന അവസ്ഥ എന്താണെന്ന് വയ്ക്കാതെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ബോർഡിനകത്ത് ഒരു ഡോട്ട് ഇട്ടിട്ട് നിങ്ങളിത് കണ്ടുപിടിച്ച് എഴുതിക്കോ, ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തം തീരുമാനത്തിൽ എഴുതിക്കോ എന്ന് പറയുമ്പോൾ, നിയമസഭയ്ക്കകത്ത് നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ഇരിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിട്ടിരിക്കുന്ന 140 പേർക്ക് ഐഡിയ ഉണ്ടോ? ബാലഗോപാൽ ഐഡിയ ഉണ്ടെന്നാണ് ബാലഗോപാൽ പറയുന്നത്. ബാക്കിയുള്ളവർക്ക് ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു ഫോൾസ് ഇമേജ്, ഞങ്ങൾക്ക് ധനപ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നതിനോടൊപ്പം സാധാരണക്കാരൻ്റെ ഭൂനികുതിക്ക് 50% വർധനവ്. അപ്പോൾ സാധാരണക്കാരൻ കരമടയ്ക്കാൻ പോകുമ്പോൾ ഇനി 50% കൂട്ടി അടയ്ക്കണം. 10 രൂപ അടയ്ക്കുന്നവൻ 50 രൂപ അടയ്ക്കേണ്ട സാഹചര്യമായി, അല്ലെ 15 രൂപ അടയ്ക്കേണ്ട സാഹചര്യം. അപ്പോൾ ഈ നിലയിലേക്ക് എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ ഇതിനൊന്നും മറുപടിയില്ല. എന്തായാലും നന്ദി അഡ്വക്കേറ്റ് സതീഷ് വസന്തോ, ശ്രീ നേമം ഷജീർ, ശ്രീ നന്ദു. പവർ പോയിന്റ് ഇതോടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം. ജയ് ഹിന്ദ്.